വീട്ടിലെ രോഗി പരിചരണത്തിന്റെ പ്രധാന സേവനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ വരുന്നത് എൽഡർലി കെയർ, വയോജന പരിചരണം. അതിൽ ഹോം നേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായി സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ദൈനംദിന വ്യക്തി ശുചിത്വത്തിൽ സഹായം നൽകുക, അവർക്ക് ടോയ്ലറ്റിംഗ് ആക്ടിവിറ്റി, അവർ ബാത്റൂമിൽ കൊണ്ടുപോവുക, അവർ ബ്രഷ് ചെയ്യിക്കുക, അങ്ങനെയുള്ള ദൈനംദിനമായ അവർ വ്യക്തി ശുചിത്വത്തിൽ നല്ലൊരു സപ്പോർട്ട് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, തന്നെ കഴിക്കാൻ പറ്റാത്തവർക്ക്, ഒരു ഹെൽപ്പ് ആവശ്യമുള്ളവർക്ക് ഫുഡ് കഴിക്കാൻ അവരെ സഹായിക്കുന്നതാണ്. മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ അവർ എടുത്തു കൊടുക്കുന്നതാണ്. കൃത്യമായ അളവിലും കൃത്യമായ സമയത്തിലും മരുന്നുകൾ നൽകുന്നതാണ്. നടക്കാനും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനും ബുദ്ധിമുട്ടുള്ള വയസ്സായവരെ അവരെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവർക്കൊരു നല്ലൊരു ഇമോഷണൽ സപ്പോർട്ടും ഹോം നേഴ്സ് എൽഡർലി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്തത് രണ്ടാമത്തെയാണ് ഡിമെൻഷ്യ അൾഷീമേഴ്സ് കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതായത് ഹോം നേഴ്സ് പ്രധാനമായി നോക്കുന്നത്. സുരക്ഷിതമായ വീട്ടു പരിസരം ഒരുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡിമെൻഷ്യ അൾഷീമേഴ്സ് രോഗികൾ കാരണം എപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓർമ്മക്കുറവുള്ളവർ നടക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്ന് അവർ വീഴാനുള്ള എല്ലാ കാര്യങ്ങളും, തട്ടിത്തടഞ്ഞ് വീഴാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാറ്റി വെക്കണം. അതായത് പോകുന്ന ഭാഗത്ത് നല്ല വെളിച്ചം ഉണ്ടാവണം. എന്തെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി എടുത്ത് ഒതുക്കി വെക്കണം. അതുപോലെ തന്നെ അവരുടെ ബാത്റൂം എപ്പോഴും ഒരിക്കലും തെന്നി വീഴാൻ സാഹചര്യം ഇല്ലാത്ത തരത്തിൽ ഒരുക്കി വെക്കേണ്ടതാണ്. അടുത്തത് ഓർമ്മക്കുറവുള്ള രോഗികൾക്ക് പ്രത്യേക പരിചരണം നൽകണം. അവർക്ക് നല്ല ക്ഷമയോടെ അവർക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കി കൃത്യമായി പെരുമാറേണ്ടതാണ്. അതുപോലെ തന്നെ പെരുമാറ്റ വ്യതിയാനങ്ങൾ കൈകാര്യം, പെട്ടെന്ന് തന്നെ ചിലര് ദേഷ്യപ്പെടും, പെട്ടെന്ന് തന്നെ സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. അപ്പൊ ഇതങ്ങനെയുള്ള ഓർമ്മക്കുറവുള്ള പ്രത്യേക ഡിമെൻഷ്യ അൾഷീമേഴ്സ് രോഗികൾ കാണിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ക്ഷമയോടെ അവർക്കൊരു നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും ഹോം നേഴ്സിന് കഴിയേണ്ടതാണ്. മൂന്നാമത്തതാണ് സ്ട്രോക്ക്. അതായത് സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുമ്പോൾ ഹോം നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ്. ഏറ്റവും കൂടുതലായി ഹോം നേഴ്സിംഗ് സർവീസ് ആവശ്യമുള്ള ഒരു മേഖലയാണ് സ്ട്രോക്ക് ഉള്ള രോഗികൾ. അതിന് ആദ്യം തന്നെ ഫിസിയോതെറാപ്പിക്ക് വ്യായാമങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുക. നമുക്കറിയാം സ്ട്രോക്ക് റിക്കവറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി എക്സസൈസിലൂടെയാണ് അവരെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൈകാലുകളുടെ ചലനശേഷി മെച്ചപ്പെടുത്താനും അവരെ ഹോം നേഴ്സ് ഒരുപാട് സഹായിക്കുന്നതാണ്. കിടപ്പ് രോഗികളാണെന്ന് വെച്ചാൽ അവർക്ക് ബെഡ് സോർ വരാതെ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടത്തുക. അവരുടെ സംസാരത്തിന് പലർക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ സംസാരം നല്ല രീതിയിൽ കൊണ്ടുവരാനും നല്ലൊരു ശ്രമം ഹോം നേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. അടുത്തത് ക്യാൻസർ ആൻഡ് പാലിയേറ്റീവ് കെയർ. അതായത് നമുക്കറിയാം ക്യാൻസർ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നൊരു എൻഡ് ഓഫ് ലൈഫ് സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അതിൽ വേദനയ്ക്കാണ്, അവരുടെ വേദന കുറയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത്. രോഗിയുടെയും കുടുംബത്തിന്റെയും മാനസിക പിന്തുണ, അതായത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രോഗിയുടെ പ്രാഥമിക കാര്യങ്ങൾ ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നതായിരിക്കും. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവർ നല്ല പോസിറ്റീവായ ഒരു ഇമോഷണൽ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുന്നതാണ്. അടുത്തത് കിടപ്പ് രോഗി പരിചരണം, അതായത് ബെഡ് റിഡൻ കെയർ ആണ് വരുന്നത്. ബെഡ് റിഡൻ കെയറിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതലായി അവർ ചെയ്യുന്നതും കൃത്യമായ സമയങ്ങളിൽ പൊസിഷൻ മാറ്റി കിടത്തലാണ്. അതായത് ചെരിച്ചും മറിച്ചും, അതായത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ബാക്കിൽ ബെഡ് സോർ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, കൃത്യമായ സമയത്ത് ഡയപ്പർ ചേഞ്ച് ചെയ്യുക, അവർക്ക് നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ കൃത്യമായ സമയത്ത് അവർക്ക് ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കൊടുക്കുക. ഇപ്പൊ റൈസ് ടു ഫീഡിങ് ഉണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് ഫീഡ് ചെയ്യുക, കൃത്യമായി ക്ലീനിങ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതെ കാത്തു സൂക്ഷിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് പോസ്റ്റ് സർജിക്കൽ കെയറിൽ നേഴ്സിന്റെ, അതായത് ഹോം നേഴ്സിന്റെ സേവനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മുറിവ് പരിചരണം, അതായത് വൂണ്ട് കെയർ. എവിടെയാണ് സർജറി നടത്തിയത് ആ ഭാഗം കൃത്യമായി ഇൻഫെക്ഷൻ ഒന്നും വരാതെ നല്ല വൂണ്ട് കെയർ കൊടുത്തുകൊണ്ട് ആ മുറിവ് ഉണക്കാൻ അവർക്ക് സഹായിക്കുന്നതാണ്. മരുന്നുകൾ കൃത്യമായി സമയത്ത് നൽകുക, അവരുടെ ആരോഗ്യനില നിരീക്ഷിക്കുക, അവരുടെ മുറിവ് കൃത്യമായി നിരീക്ഷിക്കുക. മുറിവിന് എന്തെങ്കിലും കളർ മാറ്റമോ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗന്ധമോ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സുരക്ഷിതമായി അവർ വീണ്ടെടുപ്പിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പതുക്കെ പതുക്കെ നടത്തിക്കൊണ്ടൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അടുത്തത് പ്രസവാനന്തര ശുശ്രൂഷയാണ്. അമ്മയ്ക്കും കൊച്ചിനും
കൊടുക്കേണ്ട പ്രസവാനന്തര ശുശ്രൂഷയാണ്. അമ്മയുടെ പരിചരണം ഏറ്റവും കൂടുതൽ നടക്കുന്നു. അതായത് കൂടുതൽ ഇപ്പോൾ വയറ് വെച്ച് കെട്ടുക, വേദുകുളി അങ്ങനെയുള്ള കാര്യങ്ങളും, അമ്മയെ കുട്ടിയെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിപ്പിക്കുക, കുട്ടിയെ ഇപ്പോൾ ഫീഡ് ചെയ്യാൻ പലർക്കും പല അമ്മമാർക്കും കൃത്യമായ രീതിയിൽ എങ്ങനെ ഫീഡ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവരെ കൃത്യമായി കുട്ടിയെ ഫീഡ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യണം. അതിന് അവരെ സഹായിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ശുചിത്വം, അവരുടെ റൂമും അവരുടെ ഡ്രസ്സൊക്കെ കൃത്യമായി വാഷ് ചെയ്ത് നല്ല രീതിയിലുള്ള ശുചിത്വം ഉറപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. അടുത്തത് വീട്ടിലെ രോഗി പരിചരണത്തിനുള്ള നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. രോഗിക്ക് സ്വന്തം വീട്ടിൽ സുഖകരമായ അന്തരീക്ഷത്തിൽ താമസിക്കാൻ കഴിയുന്നു. ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അതിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലെ നമുക്ക് സ്വന്തം സൗകര്യങ്ങൾ അത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം രോഗിക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നു. അവർക്ക് റിക്കവറി ഏറ്റവും സ്പീഡാവാൻ കഴിയുന്നു. അതുപോലെ വ്യക്തിഗതവും കരുതലുമുള്ള പരിചരണം കിട്ടുന്നു. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായ പരിചരണം അവർക്ക് കിട്ടുന്നുണ്ട്. ആശുപത്രി സന്ദർശനം കുറയ്ക്കാൻ സാധിക്കും. വേഗത്തിലുള്ള രോഗവ്യക്തിക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വീട്ടിലുള്ള ഹോം നേഴ്സ് കൊണ്ടുള്ള ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ആരെല്ലാമാണ് വീട്ടിലെ രോഗി പരിചരണത്തിന് ആവശ്യം? ഏതെല്ലാം തരത്തിലുള്ള രോഗികൾക്കാണ് പ്രധാനമായി ഹോം നഴ്സിംഗ് സർവീസ് ആവശ്യമുള്ളത്? വയോജനങ്ങൾ, അതായത് വയസ്സായവർ, സ്വന്തമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റാത്തവർ, മറവിയുള്ളവർ, അവർക്കെല്ലാം. അതുപോലെ തന്നെ സ്ട്രോക്ക് രോഗികൾ, അതുപോലെ ഡിമെൻഷ്യ, അൽഷൈമേഴ്സ് ബാധിച്ചവർ, പാർക്കിൻസൺ രോഗികൾ, ക്യാൻസർ രോഗികൾ, ബെഡ് റിഡൻ ആയ പേഷ്യന്റ്, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള രോഗികൾ, ദീർഘകാല എന്തെങ്കിലും രോഗവുമായി ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ ICUവിൽ നിന്ന് ഉടനെ ഡിസ്ചാർജ് ആയ പേഷ്യന്റ്, ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലൊരു ഹോം നഴ്സിംഗ് സർവീസ് ആവശ്യമാണ്. അത് അവരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതോടുകൂടി വീട്ടിലുള്ളവരുടെ അധികം സ്ട്രെസ് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. നല്ലൊരു ഹോം കെയർ സേവനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അത് പരിശീലനം നേടിയ പരിചയസമ്പന്നരായ ഹോം നഴ്സുമാരെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 24/7, അതായത് ഡേ ആൻഡ് നൈറ്റ് താമസിച്ച് വർക്ക് ചെയ്യുന്നവരെ മാത്രം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. രാവിലെ മാത്രം വന്നു പോകുന്നവരെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രമുള്ളവരെ, ഡേ ടൈം മാത്രമുള്ളവരെ ഒഴിവാക്കി 24 അവർ കെയർ ആണ് എപ്പോഴും നല്ലത്. രോഗിയുടെ ആവശ്യത്തിന് അനുയോജ്യമായ വ്യക്തിഗത കെയർ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായി സ്ഥിരമായ ആശയവിനിമയം നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിലുള്ള പ്രതികരണം, അത് വേഗത്തിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അത് വിശ്വസ്തതയും നല്ല ഉപഭോക്തൃ അഭിപ്രായങ്ങൾ, അതായത് നേരത്തെ ഉള്ള അവരുടെ അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങളുള്ള ഹോം നഴ്സിനെ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വീട്ടിലെ രോഗി പരിചരണം എന്നത് രോഗിയെ പരിചരിക്കുന്നത് മാത്രമല്ല, സ്നേഹവും കരുതലും സുരക്ഷയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൊണ്ടുവരാൻ നല്ലൊരു ഹോം നഴ്സിംഗ് സർവീസ് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോം നഴ്സിംഗ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബീബറി കെയർ. ഞങ്ങളുടെ മൊബൈൽ നമ്പർ 8590750019 ആണ്. വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹോം നഴ്സ് ബൈസ്റ്റാൻഡർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.